കൊല്ലം പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല ഭക്തിസാന്ദ്രമായി. ചലച്ചിത്ര നടിയും താരസംഘടനയുടെ പ്രസിഡന്റുമായ ശ്വേതാ മേനോൻ ഭദ്രദീപം കൊളുത്തി. 10 ദിവസം നീണ്ടുനിന്ന ഭരണി മഹോത്സവത്തിന് ഗുരുസിയോടെ സമാപനമായി. പ്രസിദ്ധമായ മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയിൽ നിരവധി ഭക്തജനങ്ങളാണ് ഭാഗമായത്. ഭക്ത്യാദരവോടെ ഓരോരുത്തരും പൊങ്കാലക്കലവുമായി ക്ഷേത്രത്തിലേക്കെത്തി. ചലച്ചിത്ര നടിയും താരസംഘടനയുടെ പ്രസിഡന്റുമായ ശ്വേതാ മേനോൻ പൊങ്കാലയ്ക്ക് ഭദ്രദീപം കൊളുത്തി. ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ മൂക്കുമ്പുഴ അമ്മയ്ക്ക് മുന്നിൽ ഓരോ ഭക്തരും പൊങ്കാല അർപ്പിച്ചു. ക്ഷേത്രത്തിലേക്ക് എത്തിയ സന്തോഷം ശ്വേതാ മേനോനും പങ്കുവച്ചു. ഭയങ്കര നല്ല ഫീലിംഗ്. എന്താ അമ്പലത്തിൽ വന്നാൽ ഒരു ഒബ്വിയസ്ലി വേറെ ഒരു ഫീലിംഗ് ആണല്ലോ. പിന്നെ ഇത്രേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരെല്ലാവരും പൊങ്കാല, നിത്യ പൊങ്കാലുള്ള ഒരു ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്ന് വന്ന് മകരഭരണിക്ക് ഇത്ര ഒരു വലിയൊരു ആഘോഷം, ഒരു ഉത്സവം പോലെ എല്ലാവരും ഇവിടെ അയൽവക്കത്തെ അല്ല കുറേ ആൾക്കാർ നേർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗമാവാൻ പറ്റിയതിന് സന്തോഷം. വിപുലമായ ചടങ്ങുകളോടെയായിരുന്നു ഇത്തവണത്തെ ഭരണി മഹോത്സവം. ഈ പ്രാവശ്യത്തെ ഉത്സവ പരിപാടി ഏറ്റവും മഹനീയമായതെന്ന് പൊങ്കാലയോടുകൂടിയാണ്. ശ്രീമതി ശ്വേതാ മേനോൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ഒരു ഉത്സവത്തിൻ്റെ സമാപനമാണ് പൊങ്കാല എന്ന് പറയുന്നത്. ആ പൊങ്കാലയ്ക്ക് ഒരു വലിയ സാന്നിധ്യമായി ഞങ്ങളുടെ ക്ഷേത്രത്തെയും നാട്ടുകാരിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുകയും ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ശ്വേതാ മേനോൻ ഉൾപ്പെടെ എല്ലാവർക്കും വളരെയേറെ ഒരു ആശംസയും കൊണ്ട് അറിയിക്കും. വർഷങ്ങളായി മൂക്കുമ്പുഴ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തുന്ന ഭക്തരുണ്ട്. അമ്മയുടെ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ്. എല്ലാ വർഷവും അമ്മയുടെ മുൻപിൽ വന്ന് ഈ പൊങ്കാല ഇടാറുണ്ട്. എല്ലാ ദൂര സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും വരാറുണ്ട്. അമ്മയുടെ ഭക്തരെല്ലാവരും ഒരു തവണ വരുന്നവർക്ക് പിന്നെയും പിന്നെയും വരണമെന്നുള്ള ആ ഒരു ആഗ്രഹം. പൊങ്കാലയ്ക്ക് വരാനുണ്ട്. നേരത്തെ തുടങ്ങി എല്ലായിടത്തും. എപ്പോഴും എല്ലാ ആഴ്ചയിലും പൊങ്കാല ഇടും. ഇവിടെ മാസത്തിൽ വിടും പൊങ്കാല. ഇന്ന് പ്രത്യേകത, ഇന്ന് അമ്മയുടെ പാട്ടുത്സവത്തിൻ്റെ. ഇത് അരിയും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് പായസം വെക്കുന്നു. അമ്മയുമായിട്ട് ഇടയ്ക്ക് ഞാൻ വരാം. പൊങ്കാലയ്ക്ക് ശേഷം ഭരണി നക്ഷത്ര തിരു ആറാട്ട് നടന്നു. മഹാ അന്നദാനവും വർണ്ണശബളമായ പകൽപൂരവും ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു. താലപ്പൊലിക്ക് ശേഷം ഗുരുസി മംഗളപൂജയോടെ ഇത്തവണത്തെ മകരഭരണി മഹോത്സവം സമാപിച്ചു. ജനം, കൊല്ലം.